നടക്കുകയാണ്. 2018-ൽ 11,000. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഷാമിൽ പിൻ ചെയ്തും എങ്ങോട്ടേക്കാണ് ഈ പറന്നടിച്ച് 2 വീലറിനകത്ത് പോകുന്നതെന്നറിയാമോ? തൃശ്ശൂർ ജില്ലയിൽ എല്ലാ വർഷവും നടക്കുന്ന ബോണത്താലി 2K24 കാണാൻ പോവാണ് ഗൈസ്. അതെ, ഈ കാണുന്നതാണ് നമ്മുടെ തൃശ്ശൂർ പുതിയതായിട്ട് വന്ന ആകാശപാത. സെൻട്രലൈസ്ഡ് ആകാശപാതയാട്ടോ ഇത്. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ ഒന്ന് കയറണം എന്നുള്ളത്. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാൻ കൊണ്ട് ഞങ്ങൾ നേരെ ബോണത്താലെ കാണാൻ വേണ്ടിയിട്ട് പോയി. പോകുന്ന വഴിയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ സൈഡിലുള്ള വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് നമ്മൾ നടന്നാട്ടോ പോയത്. ആക്ച്വലി ഇത് എന്താണ് ബോണത്താലെ എന്നാണ് ആലോചിക്കുന്നത്. മെറി ക്രിസ്മസ് എന്ന് പറയുന്നതിൻ്റെ ഇറ്റാലിയൻ വേർഡാണ് ബോണത്താലെ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 27 നടത്തി വരുന്നൊരു വലിയ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഒരുപാട് സാന്റാക്ലോസും അതേപോലെ പല ടാബ്ലോസ്, ഫ്ലോട്ട് അങ്ങനെയൊക്കെ വരുന്നൊരു വലിയ പ്രോഗ്രാമാട്ടോ ഈ ബോണത്താലി എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് തൃശ്ശൂരിലുള്ള പല ഇടവകകളിൽ നിന്നും കുട്ടി മുതൽ വലിയ സാന്റാക്ലോസുകൾ ഒത്തുചേർന്നൊരു വലിയ പ്രോഗ്രാമാണ് ഈ ബോണത്താലി എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് നടന്നത് 2013 അന്ന് ഏകദേശം 5,000+ സാന്റാക്ലോസുകളും 20+ ഫ്ലോട്ടുകളൊക്കെ അന്നുണ്ടായിരുന്നു. ആൻഡ് വെരി നെക്സ്റ്റ് ഇയർ 2014 ബോണത്താലിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായി. അന്ന് ഏകദേശം 18,112. അതേ ഗൈസ്, അത്രയും സാന്റാക്ലോസുകളായിരുന്നു അന്ന് അവിടെ അണിനിരുന്നത്. ആൻഡ് നോർത്ത് അയർലൻഡിൽ ഇത് ഒരു കൗണ്ട് 13K or 14K കൗണ്ട് മറികടന്നിട്ടാണ് അന്ന് ആ ഒരു വർഷം എന്ത് കിട്ടിയത്, ഗിന്നസ് റെക്കോർഡ് തൃശ്ശൂർ ജില്ലയ്ക്ക് കിട്ടിയത്. ഇന്ന് ഈ പ്രോഗ്രാമിന് ഇവിടെ വന്നു ചേർന്ന് ഏകദേശം 15,000 സാന്റാക്ലോസ് ആട്ടോ. ആൻഡ് അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഫ്ലോട്ടുകളൊക്കെ പല തീമിലാണ്. കേരളത്തിൻ്റെ മുണ്ടക്കയിൽ ആക്സിഡൻറ്റ് തീം, പിന്നെ ക്രിസ്മസ് ക്രിബ്, അങ്ങനെ പല തീമുകളിലും ഓരോ ടാബ്ലൂസും ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഓരോ ഇൻ്റർവെൽസിലും എന്താ പറയുക, അനൗൺസ് ചെയ്യുന്നതിനനുസരിച്ച് സാന്റാക്ലോസുകൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. ആൻഡ് അതിനകത്തെല്ലാം ഓരോ കുഞ്ഞു കുട്ടികളുണ്ടായിരിക്കും. അവർക്ക് ഡാൻസ് കളിക്കുന്നതാണ് എന്ത് ഭംഗിയായിരുന്നു അറിയാം. ഭയങ്കര ക്യൂട്ടായിരുന്നു. ലൈക്ക് ഓരോ ഇടവകയിൽ ഓരോ ടീമായിട്ടായിരുന്നു നടന്നിരുന്നത്. ആൻഡ് ദറ്റ് ഈസ് കിഡ്ലൻ ഗൈസ്. നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ കേട്ടോ. നമുക്ക് മുമ്പിൽ ഇനിയും വരന്ന് ചേരാനിരിക്കുന്നതേയുള്ളൂ. എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ, ഇനി മണ്ണും മണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ.
ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറേ കണ്ടു നിന്നുള്ളൂ. പിന്നെയും ഒരുപാട് തീമിലുള്ള ഫ്ലോട്ടുകളൊക്കെ വരുന്നതെന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്തു. പക്ഷെ അത് കാണാൻ നിന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ദാറ്റ് വാസ് ഓൾ കിടിലും. പിന്നെ അവിടെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ തൃശ്ശൂരുള്ള ആകാശപാതയിലേക്കാണ് ഗൈസ്. യെസ്, അവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് ലൈക്ക് അത് അടിപൊളിയാട്ടോ. എന്താ പറയുക, ലിഫ്റ്റിനകത്തോട്ട് മുകളിലോട്ട് പോകുന്നതും ദാറ്റ് ഈസ് കിടിലം. ലൈക്ക് ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ചൂടത്തുനിന്ന് ഒരു റിലാക്സേഷൻ കിട്ടും. ലൈക്ക് ഫുള്ളി സെൻട്രലൈസ്ഡ് ആണ്, ലൈക്ക് ഫുൾ AC ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ നേരെ ലിഫ്റ്റിനകത്ത് കയറി. ലിഫ്റ്റിനകത്തൊന്ന് നേരെ ഇവിടെ വന്ന് കുറേ അധികം ഫോട്ടോസും വീഡിയോസും ടൈം ലാപ്സും ഒക്കെ എടുത്തു. കാരണം ഇതിന് മുകളിൽ നിന്ന് ഈ രാത്രി താഴോട്ട് നോക്കുമ്പോൾ വണ്ടികളൊക്കെ പോകുന്ന കാണാൻ അടിപൊളിയാണ്. ആൻഡ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.